നമുക്കേ നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ട് ജാം ഉണ്ടാക്കിയാലോ. അപ്പം ഞാനിന്ന് മാർജിൻ ഫ്രീ ഷോപ്പിൽ പോയപ്പോഴേ ജാം വാങ്ങാൻ നോക്കിയപ്പോൾ ചെറിയൊരു ബോക്സിന് 55 രൂപ കേട്ടോ നമ്മുടെ ഏത്തപ്പഴ ജാമിന്. അപ്പോൾ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, 1 കിലോ ഏത്തപ്പഴം വാങ്ങി. പിന്നെ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. 1 കിലോ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ 660 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് നന്നായി അരച്ചതിന് ശേഷം നമ്മൾ കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാനിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാ പഴം അതുപോലെ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. കണ്ടോ, നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഇത്ര തന്നെ നമ്മൾ 668 ഗ്രാമാണ് ഇത് പൾപ്പുണ്ടായിരുന്നത്, അതായത് നമ്മുടെ പഴം ഉണ്ടായിരുന്നത്. അത്ര തന്നെ, അതായത് 660 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പഞ്ചസാര എടുത്തു, അത് അതിലേക്ക് ചേർത്തു കേട്ടോ. എന്നിട്ട് അടുപ്പ് കത്തിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. ഒന്ന് ഇനി തള വരണം അത്. പിന്നെ കളറൊക്കെ ഒന്ന് മാറാനുണ്ട്. ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം അല്ലാതെ തന്നെ ഒരു നല്ല കളറ് വരുന്നുണ്ട് ഇതിന്. ഒറിജിനൽ പഴത്തിൻ്റെ കളറ് വരുന്നുണ്ട്, വേറെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതെ തന്നെ. ഇതൊക്കെ കണ്ടോ, നല്ലൊരു യെല്ലോ കളറല്ലേ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തതേ ഒരു നുള്ളു ഉപ്പ് ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എന്നിട്ടൊന്ന് തള വന്നതിന് ശേഷം സിമ്മിൽ വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. കണ്ട, ഇപ്പോഴാണ് ശരിക്കും കളറ് വന്നത്. നന്നായി വറ്റി വരും ചെയ്തു. പിന്നെ ഇതിന് പ്രിസർവേറ്റീവായിട്ട് ഞാൻ ആഡ് ചെയ്തത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. കുരു അതിൽ നിന്ന് മാറ്റണേ. എന്നിട്ട് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ജാമും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പീസായിട്ട് കടിക്കാനും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡിലോ ചപ്പാത്തിയിലോ ഒക്കെ ഒന്ന് പുരട്ടി കഴിക്കുമ്പോൾ ഇടയ്ക്ക് കഴിക്കാനും കിട്ടും. നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇത്.